മാവേലിയെ തഫുമുട്ടുമായി സ്വീകരിച്ചാണ് ഇന്നത്തെ ഈ ഓണവും നബിദിനവും ഇവർ ഒരുപോലെ ആഘോഷിക്കുകയും ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹൽറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഹിന്ദു സഹോദരൻ എല്ലാ മദ്രസയിലെ ഉസ്താദുമാർക്കും ഓണക്കോടികൾ നൽകാം. എന്തൊരു സുന്ദരമാണ് ഈ വർഷത്തെ നബിദിനം. കാരണം ഇത് ഓണ ആശംസിക്കൽ പോലും ഹറാമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് തക്ക മറുപടിയാണ് പരസ്പരമുള്ള സൗഹാർദ്ദമുള്ള പരസ്പരം കൊടുത്തും വാങ്ങിയുമുള്ള ഈ ആഘോഷം. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. ഇന്നത്തെ നബിദിനത്തിൽ ഒരുപാട് സന്തോഷമുള്ള ഒരു കാഴ്ചകൾ കാണുമ്പോൾ തന്നെ കൽബിന് റാഹത്താവുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടു. ഒരു മാവേലി ഇങ്ങോട്ട് കടന്നു വരിക, അവരെ സ്വീകരിക്കാൻ വേണ്ടി ദഫ് മുട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ച. മറ്റൊരു മദ്രസയിൽ മാവേലി ദഫ് മുട്ടുന്ന നബിദിന റാലിക്കടയിൽ ചെയ്ത് അവരെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച. പിന്നെ ഒരു ഹിന്ദു സഹോദരൻ എല്ലാ മദ്രസയിലെ ഉസ്താദുമാർക്കും ഓണക്കോടികൾ നൽകാം. എന്തൊരു സുന്ദരമാണ് ഈ വർഷത്തെ നബിദിനം. കാരണം ഇന്നത്തെ നബിദിനും ഇന്ന് തിരുവോണും ഒരേ ദിവസമാണ്. ആ ദിവസത്തിൽ നബിദിനാഘോഷത്തിന് വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് മാധ്യമങ്ങളൊക്കെ കണ്ടത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ 2-3 വീഡിയോകളാണ് ഞാൻ പങ്കുവെക്കുന്നതിൽ. ഒന്ന് പാലക്കാട് ജില്ലയിലെ യാക്കരയിലാണ്. അപ്പോൾ ആ ഒരു മാവേലിയെ സ്വീകരിക്കാൻ വേണ്ടി ദഫ് മുട്ടിയിട്ടാണ് കുട്ടികളും മദ്രസയിലെ ഉസ്താദുമാരും കുട്ടികളും കൂടി ചെല്ലുന്നത്. ആ ഒരു വീഡിയോ ഒന്ന് കാണുന്നത്. തഫുമുട്ടുമായി സ്വീകരിച്ചാണ് ഇന്നത്തെ ഈ ഓണവും നബിദിനവും ഇവർ ഒരുപോലെ ആഘോഷിക്കുകയും ചെയ്തു. അടിപൊളി കാഴ്ച ഇതൊക്കെ അല്ലേ. രാവിലെ തന്നെ റെഡിയാണ്. അവർ നബിദിനത്തിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന കുട്ടികളാണ്. അവർക്കിടയിലേക്കാണ് മാവേലി എത്തുകയും ചെയ്യുന്നത്. എന്താണ് നബിദിനവും തിരുവോണവും ഒരു ദിവസം വന്നു അല്ലേ? രണ്ടും കൂടി ഒരുമിച്ചാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചു. വൈബാണ്. മാവേലി എവിടെ നിന്ന് വരുന്നത്? മാവേലി പാതാളം. ഇങ്ങനൊരു ആഘോഷം മുമ്പ് കണ്ടുണ്ടോ? ഇതൊരു പുതിയ അനുഭവമാണ്. ഞാൻ 5 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതുമായ ഒരു ധന്യ മുഹൂർത്തമായിട്ട് ഞാൻ വളരെ മനോഹരമായ രീതിയിൽ ഓണത്തിന്റെ പരിപാടിയും നബിദിനത്തിന്റെ പരിപാടിയും നടന്നിട്ടുണ്ട്. വളരെ മനോഹരമായി നടന്നിട്ടുണ്ട്. വലിയ നന്ദി. മാഷാ അല്ലാഹ്, വലിയൊരു സന്തോഷമല്ലേ. നമ്മൾ ഈ നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാർക്കിടയിൽ മറ്റു മതവിശ്വാസികൾ വരിക, ഓണാഘോഷിക്കുന്നതിനിടയ്ക്കിൽ ഇതൊക്കെ ഈ പരസ്പര സാഹോദര്യമുള്ള ഈ കൈമാറ്റങ്ങൾ, ഇത് ഓണ ആശംസിക്കൽ പോലും ഹറാമാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് തക്ക മറുപടിയാണ് പരസ്പരമുള്ള സൗഹാർദ്ദമുള്ള പരസ്പരം കൊടുത്തും വാങ്ങിയുമുള്ള ഈ ആഘോഷങ്ങൾ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഓണാഘോഷിച്ച ഓണത്തിന് ഓണാശംസ പറഞ്ഞ ഹറാം, അതോടുകൂടി ശിർക്കായും അത് പ്രസംഗിക്കാൻ കുറേ ആളുകളും ഇത്തരത്തിൽ നബിദിനാഘോഷങ്ങളൊക്കെ എതിർക്കുന്ന ആളുകൾ കണ്ടുപഠിക്കുക. വിശ്വാസികളായ ആളുകൾ ഇന്ന് എങ്ങനെയാണ് ഓണം ആഘോഷിച്ചത്, എങ്ങനെയാണ് ഒരു കൂട്ടർ നബിദിനം ആഘോഷിച്ചത് എന്നൊരു സ്നേഹവും സൗഹാർദ്ദമുള്ള ഒരു കാഴ്ചയാണ്. വേറൊരു കമലേച്ച് വന്നിട്ട് കണ്ടില്ലേ, നബിദിനത്തിന് ഇങ്ങോട്ട് പോരുന്ന മുപ്പത്തേര് പറഞ്ഞത് കുട്ടികളൊക്കെ അത് നബിദിന സന്തോഷത്തിൽ റാലിയിൽ പോണേ. വേറൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടോ കിട്ടാം. മാവേലി ഇത് മലപ്പുറത്താണ്. റാലിക്കള പാതാളത്തിൽ നിന്ന് വന്ന മാവേലി കയ്യൊക്കെ കൊടുത്തിട്ട് ഇങ്ങനത്തെ വീഡിയോകൾ നമ്മൾ എന്തായാലും കാണിക്കണം ആളുകളെ. ഇത് നബിദിനം എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു മോശത്തരാണെന്ന് കരുതുന്ന ആളുകളും ഓണാഘോഷിക്കുന്നവർക്കടയിൽ സദ്യ കഴിക്കാൻ പോയാൽ അവർക്കൊരു ഓണാശംസ കൊടുത്താലൊക്കെ ചുരുക്കാകുന്ന കരുതുന്ന ആളുകളൊക്കെ കാണേണ്ട വീഡിയോ ആണിത്. ഇനി വേറൊരു വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോയിൽ മറ്റേ ഒരു ഹിന്ദു സഹോദരൻ മലപ്പുറത്ത് തന്നെയാണ് ഓണാഘോഷിക്കാൻ വേണ്ടി കുട്ടികളുടെ നബിദിനാഘോഷിക്കാൻ വേണ്ടി വരുന്ന നബിദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് റാലി നടത്തി വരുന്ന മദ്രസയിലെ ഉസ്താദുമാർക്ക് ഈ ഹിന്ദു സഹോദരൻ ഓണക്കോടി നൽകുകയാണ്. ഇതൊന്നും ഒരു ഹിന്ദു പണ്ഡിതന്മാരോ ഹിന്ദുക്കളുടെ സന്യാസിമാരോ നിങ്ങൾ നബിദിനാഘോഷിക്കുന്നവർക്ക് എന്തെങ്കിലും പായസം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കുമ്പോഴോ ഷിർക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താടുന്ന ആരും പ്രസംഗിക്കില്ല. അങ്ങനെ ഒരു വീഡിയോയോ പ്രസംഗമോ കാണിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും സങ്കടകരം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാൾക്ക് ഓണാശംസ കൊടുത്താലോ അല്ലെങ്കിൽ ഓണസദ്യ കഴിക്കാൻ പോയാലോ പാടില്ല, അതൊക്കെ ഷിർക്കാണെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന വീഡിയോകൾ കാണാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഓണാഘോഷത്തിൽ പങ്കെടുത്തതാണ്. അതൊന്നും ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കില്ല. അതൊക്കെ ഒരു പരസ്പരമുള്ള സൗഹൃദത്തിൻ്റെ കാഴ്ചയാണ്. ഇങ്ങനെ കൊടുക്കലും വാങ്ങലൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള മത സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ വേണ്ടി കാണുന്നത് എന്താ റാലിയൊക്കെ ആയിട്ട് വരുന്ന സെക്കൻഡ് തൊട്ട് അസ്സലാമു അലൈക്കും പറയുന്നത്. അവിടെ മുഴങ്ങുന്നത് ഖുലൂ തക്ബീർ അല്ലാഹു അക്ബർ എന്നാണ്. ഇതാ പെൺകുട്ടികളൊക്കെ ഉണ്ട് റാലിയിലിട്ട. അടിപൊളിയാണല്ലോ. ചെറിയ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ചെറിയൊരു മദ്രസയെ തോന്നുന്നു.
ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ വീണ്ടും കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നബിദിന വിശേഷങ്ങളൊക്കെ നിങ്ങൾ പറയണം. ഏതൊക്കെ തരത്തിലാണ് ഇന്ന് നബിദിന പരിപാടികൾ നിങ്ങളുടെ മദ്രസയിൽ നടന്നിട്ടുള്ളത്. അതിൽ കാസർഗോട്ടുകാരുടെ നബിദിനാണ് ഏറ്റവും അടിപൊളി നബിദിനം എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനിന്ന് കുറച്ച് കുട്ടികളുടെ നബിദിന പരിപാടി ഒന്ന് സാബിത്ത് വളാഞ്ചേരി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. മല കടന്ന് മെഹബൂബ് വരുന്നുണ്ട്, മഹിയാകെ പ്രഭ പരത്താൽ അണയുന്നൊരതൃപ്പച്ചുണ്ട്. തോരാലിനം പാടി തോരണഹാരം ചൂടി തോറസൂലിനെ വരവേൽക്കാൻ തോബയിൽ കൂടി. തോരാലിനം പാടി തോരണഹാരം ചൂടി തോറസൂലിനെ വരവേൽക്കാൻ തോബയിൽ കൂടി. മെഹബൂബിൻ മല കടന്ന് മെഹബൂബ് വരുന്നുണ്ട്, മഹിയാകെ പ്രഭ പരത്താൽ അണയുന്നൊരതൃപ്പച്ചുണ്ട്. അടുത്തത് 8 വയസ്സുള്ള മുഹമ്മദ് അസിൻ തിരൂരിന്നാണ്. എന്നും എന്നും കൽബിൽ ഒളി വീശും നബിയല്ലേ, എന്നും എന്നും കനവിൽ ചിരി തൂകും നബിയല്ലേ, എന്നും എന്നും കൽബിൽ ഒളി വീശും നബിയല്ലേ, എന്നും എന്നും കനവിൽ ചിരി തൂകും നബിയല്ലേ. നേരിന്റെ പാത വരച്ച നേതാവിൻ മതമല്ലേ, നേരിന്റെ പാത വരച്ച നേതാവിൻ മതമല്ലേ, എന്നും എന്നും കൽവിൽ ഒളി വീശും നബിയല്ലേ, എന്നും എന്നും കനവിൽ ചിരി തൂക്കും നബിയല്ലേ. മറ്റേത് തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് മുഹമ്മദ് യമീൽ എന്നൊരു കുട്ടി. ഓ മദീനയിൽ ചെന്നാൽ ഞാനെങ്ങനെ പിരിയും, മഹമൂദയെ കണ്ടാൽ ഞാനങ്ങ് തളരും. മനസ്സേ മനസ്സേ മതിയാകുമോ, നബിയോരെ മടിയിൽ തല ചായ്ക്കുമോ. കണ്ണേ കണ്ണേ കൊതി തീരുമോ, കണിവോര മണ്ണിൽ നീ വീഴുമോ. പുറതിരിഞ്ഞിട്ട് നടന്നകലുവാൻ കഴിയുമോ നബിയെ, മുഖം തിരിച്ചിട്ട് വിട പറയുവാൻ കഴിയുമോ നബിയെ. മദീനയിൽ ചെന്നാൽ മദീനയിൽ ചെന്നാൽ ഹൃദയത്തിൽ എഴുതിയ വരികൾ, മെഹബൂബരെ മദഹിൻ മൊഴികൾ, അതിരത്താൽ പാടി ഞാനായിഷ്കിൻ തീരത്ത്, അണയണം നബിയുടെ ചാരത്ത്. ആ നബിയോര് നടന്ന മദീനത്ത്, ലോകത്തിലായെന്നും റഹ്മത്തിനായി, മക്കത്തെ മണ്ണിൽ പൂ തിങ്കൾ നിലാവായി, ആമിന ബീവിക്കും അബ്ദുള്ള ഉപ്പാക്കും ആനന്ദമായെന്ന് തങ്ങൾ പിറന്നു. ഇനിയില്ല ഇതുപോലൊരു ജന്മം ഈ മണ്ണിൽ, ഇഷ്കന്നിൽ തീർത്തിടുമാ നാമം. ഒരു നാളിൽ അണയാൻ കൊതിയേറും ആ നാമം, ഹൃദയത്തിൽ എഴുതിയ വരികൾ, മെഹബൂബരെ മദഹിൻ മൊഴികൾ, അതരത്താൽ പാടി ഞാനായിഷ്കിൻ തീരത്ത്, അണയണം നബിയുടെ ചാരത്ത്. മറ്റൊന്ന് വളാഞ്ചേരി മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാടുന്ന സയ്യിദത്ത് ഫാത്തിമ ഫിദ, ഒരു തങ്ങൾ കുടുംബത്തിലെ കുട്ടിയാണ്. മണ്ണിന് നല്ലൊരു ദീനുണ്ട്, ദീനിന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട്, മുഹമ്മദിയാ നബിയുള്ള, മുഹമ്മദിയാ നബിയുള്ള. നേരിൽ തീർത്തൊരു വടിയുണ്ട്, നേർത്ത രക്ഷണമൊന്നുണ്ട്, അള്ള കൊടുത്ത കലാമുണ്ട്, ഫുർഖാനിൽ അലീമുണ്ട്,
ഫർക്കാറ്റൽ തിരുനിരന്ന് മണ്ണിന് നല്ലൊരു ദീനുണ്ട്, ദീനിന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട്, മുഹമ്മദിയാ നബിയുള്ള, മുഹമ്മദിയാ നബിയുള്ള. അപ്പോൾ ഈ കുട്ടികളെ നബിദിന പരിപാടികളെ കണ്ടല്ലോ, നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ വേണം. നിങ്ങളുടെ കുട്ടികളെ ഇനിയും നബിദിന പരിപാടികളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.